ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഇന്ന് പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിക്കും. ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകി. ജനാധിപത്യ രാജ്യത്ത് ഇത്തരം സംഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്ന് അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബം പ്രതികരിച്ചു. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നമുക്കുള്ളൊരു റൈറ്റ് പോലും നമുക്കൊരു സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ പുറമേ നിന്ന് ഈ നോർത്ത് ഇന്ത്യൻസിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഭീകരത മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തത്തിൽ ഒരാൾക്ക് വന്നപ്പോഴാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അവർ കറക്റ്റായിട്ട് ആ കുട്ടികളുടെ പ്രൂഫ് അവർ പേരൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അവരുടെ പെർമിഷനോടെ പോയെന്ന് പറഞ്ഞു. എന്നിട്ടും അത് കേസെടുത്തു. അതെന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അവർ നേരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക ചെയ്തത്. അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യണം. ഞങ്ങളുടെ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടുക തന്നെ വേണം. വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നോക്കി കാണുന്നത്. ഇത് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴായാലും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുപാട് ഡ്രസ്സ് ശേഖരിച്ച് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും അവരുടെ പ്രവർത്തനം വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു സിസ്റ്ററാണ് എൻ്റെ സഹോദരി. ഒരിക്കലും ഒരു പ്രതിഫലം പ്രതീക്ഷിക്കാതെ ഒരു BSc നഴ്സാണെങ്കിൽ പോലും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു കന്യാസ്ത്രീക്ക് നേരെ ഉണ്ടായ ഈ രാജ്യത്തുണ്ടായ ഈ സംഭവം വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ക്രിസ്ത്യാനികളോടും എല്ലാവരോടുമുള്ള ഈ രാജ്യത്തിൻ്റെ സമീപനം ഉത്കണ്ഠയോടെ നോക്കി കാണുന്നു, സങ്കടത്തോടെ നോക്കി കാണുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, വലിയ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഛത്തീസ്ഗഡിൽ പോലും തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് ഈ അക്രമി സംഘത്തിന് ഒത്താശ ചെയ്യുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അതിനിടയിൽ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉയർത്താൻ പ്രതിപക്ഷം ഒരുങ്ങുന്നുണ്ട്. ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ വിഷയം പാർലമെന്റിൽ ഉയർത്താനാണ്, ലോക്സഭയിൽ ഉയർത്താനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? ബൽറാം, റിജിത്ത്, നമ്മളിപ്പോൾ കേട്ട ആ സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങൾ പങ്കുവച്ച ആശങ്ക അതുതന്നെയാണ് രാജ്യവ്യാപകമായി ഉയരുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് അടിസ്ഥാനവും. പ്രധാനമായും ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് അത് നിലനിൽക്കില്ല എന്നതിൻ്റെ പ്രഥമ ദൃഷ്ട്യാ തന്നെയുള്ള തെളിവുകൾ ഇവരുടെ കൈവശമുണ്ടാവുകയും അത് പോലീസ് അടക്കമുള്ളവർക്ക് മുന്നിൽ ഹാജരാക്കുകയും ചെയ്ത ശേഷമാണ് മനുഷ്യക്കടത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതിനിടെയാണ് ഈ പ്രതിഷേധം രാജ്യവ്യാപകമാകുന്നത്. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 10:30 വിജയ് ചൗക്കിൽ ഒരു പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട് പ്രതിപക്ഷ എംപിമാരുടെ നേതൃത്വത്തിൽ. അതിനുശേഷം പാർലമെന്റിന് പുറത്തും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കും. പാർലമെന്റിൽ വിഷയം ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പ്രതിപക്ഷ എംപിമാർ, കേരളത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം എംപിമാരും രാജ്യസഭയിലും ലോക്സഭയിലും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനാധിപത്യ അവകാശങ്ങളെപ്പോലും ഭരണഘടനാ അവകാശങ്ങളെപ്പോലും ഹനിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായത് എന്നും അതുകൊണ്ട് തന്നെ വിഷയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം എന്നും ആവശ്യപ്പെട്ടാണ് പാർലമെന്റിലെ ഇരുസഭകളിലും നോട്ടീസ് നൽകിയിരിക്കുന്നത്. റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആദ്യ പ്രധാന അജണ്ടകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ചർച്ചകളിലേക്ക് കടക്കുക. അതിനു മുമ്പായി സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭയിലും വിഷയം ഉന്നയിക്കുന്നുണ്ട്. നാളെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് രാജ്യസഭയിൽ ചർച്ച നടക്കുക. ഇന്ന് ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് ഒപ്പം തന്നെ ഈ വിഷയവും കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത വിഷയവും ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതോടൊപ്പം തന്നെ രാജ്യവ്യാപകമായി മറ്റ് ക്രിസ്ത്യൻ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.